ഗുരുവായൂർ കൊണ്ടുവന്ന ഒരു മാല ഇടാൻ എന്തോരം ആളുകളാണ് രണ്ടാമത് ഗുരുവായൂർ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വരൂല. ഈശ്വര, ആ രാജിയുടെ ഭർത്താവിനെ കൊണ്ട് അവിടെ വന്ന് കല്യാണം കഴിച്ചാൽ ഞാൻ എങ്ങനെ ഇനി കുടുംബശ്രീക്ക് പോകും? ഈ ആഴ്ച കുടുംബശ്രീക്ക് പോകൂല. ഇങ്ങനെ നിമിത്തം ഞാൻ പോകൂല തന്നെ. എനിക്ക് വയ്യ. അണ്ണനെ വിളിച്ച് അണ്ണനും വരത്തില്ല. പക്ഷെ ഇവര് പോലും വന്നിട്ട് ഞാൻ ജോലി നിർത്തി. ഇനി കുമാരത്തേച്ചിന്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് പോകത്തില്ല. ഇവരെ കല്യാണം നടക്കുമെന്ന് മോളെ, നിന്റെ ഭർത്താവാരി അണ്ണൻ വരുന്നില്ലെന്ന് ചേച്ചി. അതെന്ത്? അങ്ങാർക്ക് ഓരോ ഇത് തന്നെ മതി. നിന്നെ എപ്പോഴും വയ്യെന്ന് ചേച്ചി. അങ്ങാർക്ക് ഇത് അനുഭവിക്കാൻ വയ്യെന്നു. ഞാന് അണ്ണന്റെ അടുത്ത് ചോദിച്ചപ്പോ അണ്ണൻ പറയല്ലേ, അണ്ണാ എല്ലാരും പോയി ഗുരുവായൂർ രണ്ടാമത് കല്യാണം കഴിക്കണം. നമ്മളെ കല്യാണം കഴിച്ചിട്ട് 30 വർഷം ആകുമ്പോൾ അമ്മക്ക് രണ്ടുപേർക്കും കൂടി പോയി ഗുരുവായൂർ കല്യാണം കഴിക്കുന്ന പറഞ്ഞിട്ട് പറയല്ലേ, അയ്യോ ഒരു ദുരന്തം വന്ന ദിവസം ഇനി ആവർത്തിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. ആ ദിവസം പോലും ഞാൻ ഓർക്കാറില്ല. നീ ദൈവത്തെ ഓർത്ത് എന്നെ ഇത്രയും നാള് നാണം കെടുത്തി, ഇനി എന്നെ നാണം കെടുത്താ നീ നിന്റെ കാര്യം നോക്കിപ്പോ. നീ ഗുരുവായൂർ പോയി തൊഴുവാതിരിക്കുക. എന്താ എന്നെ നോക്കണ്ടെന്ന് നീ കണ്ട ആളുകളെല്ലാം നമുക്കായിട്ടുള്ള ഭാഗ്യമൊന്നും ഇല്ല. കഷ്ടം തന്നെ. അമ്മക്ക് ചേച്ചിക്ക് ഭാഗ്യമുണ്ട്. ചേച്ചി ഈ വാശിക്ക് ചേച്ചി മെമ്പറെ വിളിച്ചാണ്. അവിടെ കല്യാണം കഴിക്കാൻ ഞാൻ സാക്ഷി വയ്ക്കാം. ഈ വാശിക്ക് ഇങ്ങനെ തന്നെ കാണിക്കണം. ഗുരുവായൂര് പോണോണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു.